നമസ്കാരം, TCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Golds and Diamonds. സുവർണ നിമിഷങ്ങൾ, കലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR Gold and Diamonds, തൃപ്രയാർ. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. പരസ്പരം കൊമ്പുകോർത്ത് മേയറും ഡെപ്യൂട്ടി മേയറും. ഭരണസമിതിക്കെതിരെ ഭരണപക്ഷാംഗങ്ങളുടെ കുത്തിയിരിപ്പ് സമരം. മുഖം മൂടി പ്രതിഷേധവുമായി പ്രതിപക്ഷം. KSU പ്രവർത്തകരെ മുഖം മൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ SHO ഷാജഹാനെ സ്ഥലം മാറ്റി. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്കാണ് സ്ഥലം മാറ്റിയത്. പോലീസിന്റെ പണിയല്ല, പാർട്ടിയുടെ പണിയാണ് എടുക്കുന്നതെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ. കസ്റ്റഡി മർദ്ദനങ്ങൾക്കെതിരെ BJP ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ പോലീസ് കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തി. പോലീസ് നിയമസംരക്ഷകരായി പ്രവർത്തിച്ചില്ലെങ്കിൽ നിയമം ജനങ്ങൾ കയ്യിലെടുക്കേണ്ടി വരുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ. കാർഷിക സർവകലാശാല ആസ്ഥാനത്തേക്ക് AISF നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. പുള്ള സ്വദേശി കൊച്ചുവേലായത്തിന് CPM വീട് നിർമ്മിച്ചു നൽകുന്നതിൽ സന്തോഷമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഭവന നിർമ്മാണം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതെന്നും സുരേഷ് ഗോപി. തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് മുകളിൽ ഗുണ്ട് പൊട്ടിച്ച സംഭവം. ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. വാർത്തകൾ വിശദമായി. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. പരസ്പരം കൊമ്പുകോർത്ത് മേയറും ഡെപ്യൂട്ടി മേയറും. ഭരണസമിതിക്കെതിരെ ഭരണപക്ഷാംഗങ്ങളുടെ കുത്തിയിരിപ്പ് സമരം. മുഖം മൂടി പ്രതിഷേധവുമായി പ്രതിപക്ഷം. അതിനാടകീയ രംഗങ്ങൾക്കാണ് കോർപ്പറേഷൻ കൗൺസിൽ യോഗം വേദിയായത്. യോഗാരംഭത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ മുഖംമൂടി ധരിച്ചും കൈവിലങ്ങണിഞ്ഞും പ്രതിഷേധിച്ചു. KSU പ്രവർത്തകരെ മുഖംമൂടിയും കൈവിലങ്ങണിയിച്ചും കോടതിയിൽ ഹാജരാക്കിയ വടക്കാഞ്ചേരി പോലീസ് നടപടിയിലായിരുന്നു പ്രതിഷേധം. പിന്നാലെ ഭരണപക്ഷാംഗങ്ങളും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഭരണകക്ഷി അംഗങ്ങളായ പൊതുമരാമത്തുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളിൻ പെരിഞ്ചേരി, CP പോളി, പ്രതിപക്ഷാംഗങ്ങളായ നിമ്മി റപ്പായി, സനോജ് K പോൾ എന്നിവരാണ് കൗൺസിൽ ഹാളിന്റെ നടുത്തളത്തിൽ കുത്തിയിരുന്നത്. ഒല്ലൂർ മേഖലയിലെ വഴിവിളക്കുകൾ തെളിയിക്കാത്തതും ഓണം കഴിഞ്ഞിട്ടും പുല്ലുവെട്ടൽ നടത്താത്തതുമാണ് ഇവരെ പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. ഇതിനെ കോൺഗ്രസ് അംഗങ്ങളും പിന്തുണച്ചതോടെ മേയർ സെക്രട്ടറിയോട് മറുപടി തേടി. വഴിവിളക്കുകൾ സംബന്ധിച്ചതിൽ ടെൻഡർ വിളിച്ചിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട അജണ്ട കൗൺസിൽ യോഗത്തിൽ വരാത്തതാണ് തടസ്സമായതെന്നും അജണ്ട തയ്യാറാക്കേണ്ട ഉദ്യോഗസ്ഥന് പറ്റിയ വീഴ്ചയാണിതെന്നും സെക്രട്ടറി യോഗത്തെ അറിയിച്ചു. ഭരണകാലാവധി അവസാനിക്കാനിരിക്കെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഭരണസമിതിയെ മനഃപൂർവ്വം മോശമാക്കി കാണിക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കുന്നതായി മേയർ MK വർഗീസ് പറഞ്ഞു. വിഷയത്തിൽ നിജസ്ഥിതി അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് മേയർ ഉറപ്പു നൽകിയതോടെ കരോളിൻ പ്രതിഷേധം അവസാനിപ്പിച്ച് ഇരിപ്പിടത്തിലേക്ക് മടങ്ങി. ഇതിനും പിന്നാലെ പതിവ് പോലെ ഭരണസമിതിയുടെ ഏകോപനമില്ലായ്മ ചൂണ്ടിക്കാട്ടി ഡെപ്യൂട്ടി മേയർ ML റോസി രംഗത്തെത്തി. സംസാരിക്കവേ മേയർ നിർത്താൻ ആവശ്യപ്പെട്ടത് ഡെപ്യൂട്ടി മേയറെ ചൊടിപ്പിച്ചു. ഇത് ഇരുവരും തമ്മിൽ നേരിയ കൊമ്പുകോർക്കലിനും ഇടയാക്കി. കോർപ്പറേഷന്റെ ഓണസദ്യ വിവാദമായ ബിനി ഹെറിറ്റേജിൽ വെച്ച് നടത്തിയതിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് രാജൻ J പല്ലൻ പുലിക്കളി നടത്തിപ്പിലെ മികവിന് ഭരണസമിതിയെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇക്കുറി പുലിക്കളിക്ക് സുരേഷ് ഗോപി മുൻകൈയെടുത്ത് ചരിത്രത്തിലാദ്യമായി കേന്ദ്ര ടൂറിസം മന്ത്രാലയം 3 ലക്ഷം രൂപയും സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ തഞ്ചാവൂർ 1 ലക്ഷം രൂപ വീതവും അനുവദിച്ചതിന് BJP അംഗങ്ങൾ അഭിനന്ദിച്ചു. എന്നാൽ എന്തിനും ഏതിനും വിളിക്കുന്ന കേന്ദ്ര സഹമന്ത്രിയും MPയുമായ സുരേഷ് ഗോപി ഇക്കാര്യം അറിയിച്ചിട്ടില്ലെന്ന് മേയർ പറഞ്ഞു. TCV തൃശൂർ. വടക്കാഞ്ചേരി കോടതിയിൽ KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി SHO ഷാജഹാനെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റി. SFI KSU സംഘടനത്തിൽ അറസ്റ്റിലായ 3 KSU പ്രവർത്തകരെയാണ് കൊടും കുറ്റവാളികളെ പോലെ കറുത്ത തുണി കൊണ്ട് തലമുടിയും കൈവിലങ്ങണിയിച്ചും കോടതിയിലെത്തിച്ചത്. കോടതി പോലീസ് നടപടിയെ വിമർശിച്ചിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. CIക്ക് വീഴ്ച പറ്റിയെന്ന കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SHOയെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് നടപടിയെടുത്തത്.
കുന്നംകുളത്ത് പോലീസിന്റെ മർദ്ദനത്തിനിരയായ കാണിപ്പയ്യൂർ സ്വദേശിയും യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റുമായ VS സുജിത് വിവാഹിതനായി. ചൂണ്ടൽ പുതുശ്ശേരി സ്വദേശി തൃഷ്ണയാണ് വധു. ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് താലികെട്ട് നടന്നത്. മുൻ MP TN പ്രതാപൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ ഗുരുവായൂരിൽ ഉണ്ടായിരുന്നു. ജയിലിൽ കഴിയുന്ന KSU പ്രവർത്തകരെ KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ സന്ദർശിച്ചു. വിയൂരിലെത്തിയാണ് പ്രവർത്തകരെ ഷാഫി പറമ്പിൽ സന്ദർശിച്ചത്. പോലീസിന്റെ പണിയല്ല, പാർട്ടിയുടെ പണിയാണ് എടുക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. വടക്കാഞ്ചേരി SHO ഷാജഹാനെ സ്ഥലം മാറ്റി സംരക്ഷിച്ചുള്ള സർക്കാർ നടപടിയല്ല വേണ്ടതെന്നും അതിക്രമം കാട്ടിയ പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും പിരിച്ചുവിടുകയാണ് വേണ്ടതെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്തു മാത്രമല്ല, ഈ മുഖം മൂടി അണിയിച്ച് കയ്യാമം വെച്ച് തീവ്രവാദികളെ പോലെ, രാജ്യദ്രോഹികളെ പോലെ, അവരെ കൊലപാതക കേസിലെ പ്രതികളെ പോലെ അവരെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരിക. ഇതേ പോലീസ് തന്നെയാണ് കൊടിസുനിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ 7 മാസത്തിൽ 60 ദിവസം കൊടിസുനിക്ക് പരോളാണ് ഈ ഗവൺമെൻറ് കൊടുക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂര കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾ 7 മാസത്തിൽ 60 ദിവസം പരോള്. എന്നിട്ട് ആ കൊടിസുനിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ 2 എണ്ണം വീശാനും ടച്ചിങ്സിന് ചിക്കനും കൊടുത്ത സർക്കാർ സംവിധാനങ്ങളും ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ കറുത്ത മുഖംമൂടിയും കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ പോലീസിൻ്റെ മുഖംമൂടിയാണ് അഴിഞ്ഞു വരിക്കുന്നത്. അവരുടെ ഉള്ളിലെ മുഖം പോലീസിൻ്റെ അല്ല. അവരുടെ ഡ്രസ്സ് കാക്കിയാണെങ്കിലും അവരെടുക്കുന്നത് പാർട്ടി പണിയാണ്. CPM പണി, പാർട്ടി പ്രവർത്തനം നടത്തുകയാണ് പോലീസ് വേഷത്തിൽ. പാർട്ടി ഗുണ്ടകളെ പോലെ പെരുമാറാണ് പോലീസ് വേഷത്തിൽ. സർക്കാരിൻ്റെ ശമ്പളം, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം AKG സെൻറ്ററിലും പാർട്ടി ഓഫീസുകളിലും. ഈ വകുപ്പിനെ ഗുണ്ടകളാണ് നയിക്കുന്നത്. പുറത്തെ ഗുണ്ടകളും അകത്തെ ഗുണ്ടകളുമാണ് ഈ വകുപ്പിനെ നയിക്കുന്നത്. തീർത്തും ഏകപക്ഷീയമായ, ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആ മുഖം മൂടി അണിയിച്ചവനെ, കയ്യാമം വെച്ചവനെ, അവരെയൊന്നും സർക്കാർ ശമ്പളം പറ്റാൻ അർഹരല്ല. സുജിത്തിനെ മർദ്ദിച്ച സ്റ്റേഷനിലെ SHO ഇയാൾ തന്നെ ആയിരുന്നു എന്നുള്ളത് ഇപ്പം വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ട് നടക്കുന്നവരെ സ്ഥലം മാറ്റി ഓമനിക്കുകയല്ല, പിരിച്ചുവിട്ട് ശിക്ഷിക്കുകയാണ് സർക്കാർ ആർജവമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ഈ പ്രവർത്തനങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ പിന്തുണ ഇല്ലെങ്കിൽ, CPMൻ്റെ പൊളിറ്റിക്കൽ ഡയറക്ഷൻസ് അനുസരിച്ചിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ അവർക്ക് പറ്റുമെങ്കിൽ അയാളെ പിരിച്ചുവിടുകയാണ് വേണ്ടത്, അല്ലാണ്ട് സ്ഥലം മാറ്റി ഓമനിക്കുകയല്ല വേണ്ടത്. പോലീസ് മർദ്ദനമേറ്റ് തൃശൂർ കോഓപ്പറേറ്റീവ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ജിജീഷിനെ MP സന്ദർശിച്ചു. പോലീസ് അതിക്രമങ്ങൾക്കെതിരെ BJP സൗത്ത് ജില്ലാ കമ്മിറ്റി ചാലക്കുടി DVSP ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സമരക്കാരെ DVSP ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP സൗത്ത് ജില്ലാ പ്രഭാരി MA വിനോദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KS സുരേഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ TV പ്രജിത്ത്, കൃപേഷ് ചെമ്മണ്ട, അനീഷ് ചെന്താമര, ജോയ് മാതിരപ്പള്ളി, KP ജോർജ് എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ പോലീസ് രാജ് നടപ്പായി ഇവിടുത്തെ ക്രമസമാധാന പാലനവും കുറ്റാന്വേഷണവും ഒക്കെ നിലച്ചാലും ഇവർക്ക് സ്വന്തം പോക്കറ്റ് നിറയ്ക്കണമെന്നുള്ള ഉദ്ദേശം മാത്രമാണ് പ്രിയമുള്ളവരെ ഉള്ളത്. ഇത്തരത്തിൽ കേരളത്തെ മൊത്തത്തിൽ നശിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം, ആ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനത്തിന്റെ അവസാനത്തെ ആണി കൂടി അടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് കിറ്റൊക്കെ കൊടുത്ത് ഇവിടെ വീണ്ടും ഭരണത്തിലേറാം എന്നുള്ള വ്യാമോഹമാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിനും പ്രതിപക്ഷത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. പോലീസ് നിയമസംരക്ഷകരായി പ്രവർത്തിച്ചില്ലെങ്കിൽ നിയമം ജനങ്ങൾ കയ്യിലെടുക്കേണ്ടി വരുമെന്നും കോൺഗ്രസ് നേതൃത്വത്തിന്റെ കഴിവുകേടുകൊണ്ടാണ് കേരളത്തിലെ പോലീസ് ഇത്ര കണ്ട് മലീമസമായതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂർ ACP ഓഫീസിലേക്ക് BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ക്രൂര സ്വഭാവവും അഴിമതിയും നിറഞ്ഞതായി പോലീസ് സേന മാറി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് ഭരണം P ശശിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ശശി എഴുതിക്കൊടുക്കുന്ന വാറോളയ്ക്കനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനെതിരെ ജനങ്ങൾ പ്രതിരോധം തീർക്കും. യൂത്ത് കോൺഗ്രസുകാരെയോ മഹിളാ കോൺഗ്രസുകാരെയോ തല്ലിച്ചതച്ചാൽ നോവാത്ത പ്രതിപക്ഷ നേതാവ് VD സതീശനും നേതാക്കളും ആത്മാഭിമാനമില്ലാതെയാണ് നിയമസഭയിൽ ഇരിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പരിഹസിച്ചു. ചെടിച്ചട്ടി കൊണ്ട് SFIക്കാരനോ DYFIക്കാരനോ നിങ്ങളുടെ സഹോദരിയെ ഇവിടുത്തെ മഹിളാ കോൺഗ്രസുകാരെ അടിച്ചാൽ കോൺഗ്രസിലെ VD സതീശന് വേദനയ്ക്കില്ല.
അതാ കേരളത്തിൽ കാണുന്നത്. യൂത്ത് കോൺഗ്രസുകാരനെയോ തല്ലിച്ചതയ്ക്കുമ്പോ എന്തുകൊണ്ടാണ് ആത്മാഭിമാനം നഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ കേരള നിയമസഭയിൽ നിൽക്കുന്നത്? കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ കഴിവുകേട് കൊണ്ടാണ് കേരളത്തിലെ പോലീസ് ഇത്ര കണ്ട് മലീമസമായി പോയിട്ടുള്ളത്. ശബരിമലയെ വിൽക്കാനുള്ള ശ്രമമായാണ് സമഗ്ര വികസനം എന്ന പേരിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്നും ശോഭ ആരോപിച്ചു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. മേഖലാ ജനറൽ സെക്രട്ടറിമാരായ സേവ്യൻ പള്ളൻ, രവികുമാർ ഉപ്പത്ത്, സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ V ആതിര, സുധീഷ് മേനോത്തുപറമ്പിൽ, സൗമ്യ സലേഷ് എന്നിവർ സംസാരിച്ചു. TCV തൃശൂർ. പോലീസ് നരനായാട്ട് ആരോപിച്ച് BJP ജില്ലാ സൗത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുട റൂറൽ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പൂതക്കുളം മൈതാനത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ലിസി കോൺവെന്റിനു സമീപം പോലീസ് തടഞ്ഞു. സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിക്കുകയും ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന ധർണ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ വിദ്യാസാഗർ അധ്യക്ഷനായിരുന്നു. സന്തോഷ് ചെറാക്കുളം, KP ഉണ്ണികൃഷ്ണൻ, അഖിലാഷ് വിശ്വനാഥ്, ആർച്ച, അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പോലീസുകാരന്റെ ലാത്തി ഉപയോഗിച്ചോ ബോട്ട് ഉപയോഗിച്ചോ ഇല്ലാതാക്കാനോ പേടിപ്പിക്കാനോ ശ്രമിച്ചാൽ ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ നേരത്തെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ തന്നെ അതിനെ പ്രതികരിച്ചിരുന്നു. കാർഷിക സർവകലാശാല ആസ്ഥാനത്തേക്ക് AISF നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനയ്ക്കെതിരെയും VCയുടെ ഏകാധിപത്യപരമായ നിലപാടുകൾക്കെതിരെയുമാണ് സർവകലാശാല അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് AISF മാർച്ച് നടത്തിയത്. മാർച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് സമീപം പോലീസ് തടഞ്ഞു. ഏതാനും വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡ് ഇല്ലാത്ത ഭാഗത്തുകൂടി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിനിടയാക്കിയത്. പോലീസിനെ മറികടക്കാൻ ശ്രമിച്ച 3 വിദ്യാർത്ഥികളെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KA അഖിലേഷ് ഉദ്ഘാടനം ചെയ്തു. AISF ജില്ലാ പ്രസിഡന്റ് KS അഭിറാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KM മിഥുൻ പോട്ടക്കാരൻ, സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറി മെഹ്റിൻ സലീം തുടങ്ങിയവർ സംസാരിച്ചു. വീട് നിർമ്മാണത്തിന് സഹായം തേടിയെത്തിയ ചാഴൂർ പഞ്ചായത്തിലെ പുള്ള് സ്വദേശി തായാട്ട് കൊച്ചുവേലായുധന് CPIM വീട് നിർമ്മിച്ചു നൽകും. കൊച്ചുവേലായുധന് വീട്ടിലെത്തിയ CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദറാണ് വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഉറപ്പു നൽകിയത്. നിവേദനം നൽകാൻ എത്തിയപ്പോൾ അത് വാങ്ങാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വേലായുധനെ മടക്കി അയച്ചത് വാർത്തയായിരുന്നു. പുള്ള് ചെമ്മാപ്പള്ളി മേഖലയിൽ നടന്ന കലുങ്ക് സംവാദത്തിനിടയിലായിരുന്നു സംഭവം. പുള്ളിൽ സുരേഷ് ഗോപി നിവേദനം വാങ്ങാതെ മടക്കി അയച്ച കൊച്ചുവേലായുധനെ സന്ദർശിച്ച് CC മുകുന്ദൻ MLA. കൊച്ചുവേലായുധന്റെ വീടിന്റെ ബുദ്ധിമുട്ടുകൾക്ക് ഉടൻ പരിഹാരം കാണുമെന്ന് MLA പറഞ്ഞു. കൊച്ചുവേലായുധൻ നിവേദനം MLAക്ക് നൽകി. കഴിഞ്ഞ കാലവർഷക്കെടുതിയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് മേൽക്കൂര തകർന്ന വേലായുധന്റെ വീട് CC മുകുന്ദൻ MLA സന്ദർശിക്കുകയും 1,20,000 രൂപ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പിൽ നിന്ന് ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. നിലവിലെ വീടിന്റെ ശോചനീയാവസ്ഥ മൂലമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ കൊച്ചുവേലായുധൻ നിവേദനം നൽകിയത്. എന്നാൽ സുരേഷ് ഗോപി നിവേദനം വാങ്ങാതെ നിരസിച്ചിരുന്നു. MLAയോടൊപ്പം CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി KK ജോബി, പഞ്ചായത്ത് അംഗം ഷില്ലി, ജിജുമോൻ എന്നിവർ ഉണ്ടായിരുന്നു. നിവേദനം വാങ്ങാതെ ഗൃഹനാഥനെ മടക്കിയയച്ച സംഭവത്തിൽ നിലപാട് വ്യക്തമാക്കി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഭവന നിർമ്മാണം എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു.
മറ്റൊരു പാർട്ടി അദ്ദേഹത്തിന് വീട് വെച്ച് നൽകാൻ തയ്യാറായതിൽ സന്തോഷമുണ്ട്. പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ താൻ നൽകാറില്ലെന്നും ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് തന്റെ ശൈലിയല്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. സുരക്ഷാ മേഖലയായ തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് മുകളിൽ ഗുണ്ട് പൊട്ടിച്ച സംഭവത്തിൽ ലൈറ്റ് ഹൌസിൽ ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. ബോംബ് സ്ക്വാഡ് എസ്ഐ വിക്ടർ ഡേവിഡിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. യുവാക്കൾ ലൈറ്റ് ഹൌസിന് മുകളിൽ വെച്ച് ഗുണ്ട് പൊട്ടിച്ചതിനെ തുടർന്ന് മണത്തല ബേബി റോഡ് ആലുങ്ങൽ വീട്ടിൽ സൽമാൻ ഫാരിസിന് കൈപ്പത്തിക്ക് ഗുരുതര പരിക്ക് പറ്റിയിരുന്നു. പരിക്കേറ്റയാൾ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒപ്പമുണ്ടായിരുന്ന യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന. സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് ലൈറ്റ് ഹൌസിൽ സന്ദർശനം നിരോധിച്ചിരിക്കുകയാണ്. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ഏങ്ങണ്ടിയൂരിൽ മദ്യപിച്ച മകൻ തള്ളിയിട്ടതിനെ തുടർന്ന് ചുമരിൽ തലയിടിച്ച് അച്ഛൻ മരിച്ചു. മണപ്പാട് മോങ്ങാട് വീട്ടിൽ 71 വയസ്സുള്ള രാമുവാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ രാകേഷിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. പ്രതിക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. സംഭവ സമയത്ത് രാമുവും രാജേഷും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. രാമുവിന്റെ ഭാര്യയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. കൊണ്ടാഴി കായാംപൂവത്ത് ബൈക്ക് തെന്നി മറിഞ്ഞു വീണ് യുവാവ് മരിച്ചു. കൊണ്ടാഴി സ്വദേശി അപ്പത്ത് വീട്ടിൽ 30 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. ഉടൻ തന്നെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൊട്ടിപ്പാൾ ഇറക്കത്ത് സ്വകാര്യ ബസ് തെന്നിമാറിയ അപകടം. ബസ് പാടത്തെ മണ്ണെടുത്ത കുഴിയിലേക്ക് മറിയാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. തൃശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് പോരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ റോഡിൽ നിന്നും തെന്നിമാറിയ ബസ് റോഡിന് കുറുകെയായി നിൽക്കുകയായിരുന്നു. ബസിന്റെ പിൻവശം റോഡിന്റെ ഓരത്തുള്ള പൈപ്പിൽ തട്ടി നിന്നതിനാൽ ബസ് പാടത്തേക്ക് മറിയാതെ അപകടം ഒഴിവായി. ബസ്സിൽ നിറയെ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽ ബസിന്റെ പുറകുവശത്ത് കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം ചാട്ടുകുളത്തിൽ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് ഏകദേശം 70 വയസ്സ് തോന്നിക്കും. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. മരിച്ചത് തമിഴ്നാട് സ്വദേശിനി ആണെന്നാണ് പ്രാഥമിക നിഗമനം. റിലീസ് സിനിമയുടെ ടിക്കറ്റ് തീർന്നതിനെ തുടർന്ന് മറ്റൊരു തിയേറ്ററിലേക്ക് പോകാനുള്ള തിടുക്കത്തിൽ കുട്ടിയെ തിയേറ്ററിൽ മറന്നുവച്ച് മാതാപിതാക്കൾ. രണ്ടാമത്തെ തിയേറ്ററിൽ കയറിയ അവർ ഇടവേള സമയം വരെ കുട്ടി ഒപ്പമില്ലെന്ന കാര്യം ശ്രദ്ധിച്ചതുമില്ല. ഗുരുവായൂരിൽ ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ഒപ്പമുള്ളവരെ കാണാതായപ്പോൾ തിയേറ്ററിന്റെ മുന്നിൽ നിന്ന് കരഞ്ഞ കുട്ടി തിയേറ്റർ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കുട്ടിയോട് കാര്യം തിരക്കിയപ്പോഴാണ് കൂടെയുള്ളവർ മറ്റൊരു തിയേറ്ററിലേക്ക് പോയ വിവരം അറിയുന്നത്. ട്രാവലറിലാണ് തങ്ങൾ വന്നതെന്ന് കുട്ടി പറഞ്ഞു. അതുപ്രകാരം ജീവനക്കാർ അപ്പാസ് തിയേറ്ററിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞു. അപ്പോഴേക്കും സിനിമയുടെ ഇടവേള സമയമാകാറായി. സിനിമ നിർത്തിവെച്ച് തിയേറ്ററുകാർ കുട്ടി നഷ്ടപ്പെട്ട കാര്യം അനൗൺസ് ചെയ്തു. അതോടെ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നവർ തിരികെ ആദ്യത്തെ തിയേറ്ററിലെത്തി സ്റ്റേഷനിൽ നിന്ന് കുട്ടിയെ കൈമാറി. മഹിളാ കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് അനിത വിൻസെന്റ് പതാക ഉയർത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, DCC എക്സിക്യൂട്ടീവ് അംഗം PS സുനീഷ്, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദിനി പാലക്കൽ, സേവാദൾ മഹിളാ സംസ്ഥാന സെക്രട്ടറി സുജാത തുളസി, ജില്ലാ പ്രസിഡന്റ് റീന വർഗീസ്, വാർഡംഗം MC ഐജു, NK കബീർ എന്നിവർ സംസാരിച്ചു.
സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രക്ഷോഭം നടത്തുമെന്ന് BMS. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 14 വരെ പഞ്ചായത്ത് തല പദയാത്രകൾ നടത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് KV വിനോദ് തൃശൂരിൽ പറഞ്ഞു. AC കൃഷ്ണൻ, MK ഉണ്ണികൃഷ്ണൻ, KN വിജയൻ, K ഹരീഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മലബാർ സിമന്റ്സ് ഫ്ലൈ ആഷ് കേസ് 4 മാസത്തിനകം തീർപ്പാക്കണമെന്ന് തൃശൂർ വിജിലൻസ് കോടതിയോട് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വിചാരണ വൈകിപ്പിക്കുകയാണെന്ന് പ്രതികളുടെ ലക്ഷ്യമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹൈക്കോടതി വിധിക്കെതിരെ പ്രതികൾ അപ്പീൽ നൽകാൻ സാധ്യതയുള്ളതിനാൽ മനുഷ്യാവകാശ കേന്ദ്രം സുപ്രീം കോടതിയിൽ കേവിയറ്റ് ഫയൽ ചെയ്തതായി ജോയ് കൈത്താരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡോക്ടർ വി സനൽകുമാർ, ഡോക്ടർ അബൂബക്കർ, ഡേവിഡ് കാഞ്ഞിരത്തിങ്കൽ, ജോബാൾ വടാശ്ശേരി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിജീഷ് മണി സംവിധാനം ചെയ്യുന്ന പാൽപ്പായസം അറ്റ് ഗുരുവായൂർ എന്ന സിനിമയുടെ പൂജ ഗുരുവായൂരിൽ നടന്നു. ഗോകുലം ഗോപാലനും ജലജ ഗോപാലനും ചേർന്ന് ഭദ്രദീപം കൊളുത്തി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ദേവസ്വം മെമ്പർ മനോജ് B നായർ, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, വിജീഷ് മണി, ചലച്ചിത്ര താരങ്ങളായ ജയരാജ് വാര്യർ, കാർത്തിക് ശങ്കർ, സംഗീത സംവിധായകൻ രതീഷ് വേഗ, ഗാനരചയിതാവ് മുകേഷ് ലാൽ ഗുരുവായൂർ, മൗനയോഗി ഹരിനാരായണൻ സ്വാമി, കൌൺസിലർ ശോഭ ഹരിനാരായണൻ, ജയകുമാർ, ബാബു ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. കാർത്തിക് ശങ്കർ മുഖ്യവേഷത്തിലെത്തുന്ന സിനിമയിൽ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് രതീഷ് വേഗയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാർഷിക സർവകലാശാലയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 4ാം ഗഡു ഉടൻ വിതരണം ചെയ്യുക, 3% ക്ഷേമാശ്വാസം മുഴുവൻ പേർക്കും വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ KSSPU സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് ഉദ്ഘാടനം ചെയ്തു. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹനൻ, ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ, ഒല്ലൂക്കര ബ്ലോക്ക് പ്രസിഡന്റ് ഗോപിനാഥൻ, ഒല്ലൂക്കര ബ്ലോക്ക് ട്രഷറർ രമേശ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നാസയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന നാസ സ്പേസ് ആപ്സ് ചലഞ്ച് ഒക്ടോബർ 4-5 തീയതികളിൽ ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കും. റോക്കറ്റ് മോഡൽസ്, ലോഞ്ചിംഗ് വാഹനങ്ങൾ എന്നിവ സന്ദർശിക്കാനാകുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ പറഞ്ഞു. മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 7 മുതൽ 21 വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നടക്കുന്ന ധർമ്മ സന്ദേശ യാത്രയുടെ ഭാഗമായി ബുധനാഴ്ച കൊടകരയിൽ സനാതന ധർമ്മ സദസ്സ് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രം കാർത്തിക ഭജന മണ്ഡപത്തിൽ നടക്കുന്ന സനാതന ധർമ്മ സദസ്സ് മാർഗദർശക മണ്ഡൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്യും. സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി, സത്യൻ കുറുവത്ത്, MV മധുസൂദനൻ, PP സുരേഷ്, M സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. വെങ്കിടങ്ങ് മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആഘോഷിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രേസി ജേക്കബ് പതാക ഉയർത്തി. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിജി റോയ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി NK വിമല ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PP സ്റ്റീഫൻ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ ശൈലജ മധു, ബേബി തോമസ്, താഹിറ മനാഫ്, KV ഓമന തുടങ്ങിയവർ സംസാരിച്ചു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച വിപുലമായ പരിപാടികളോടെ വിശ്വകർമ്മ ജയന്തി ആഘോഷിക്കും. ശോഭായാത്ര, പ്രഭാഷണം, സാംസ്കാരിക സമ്മേളനം എന്നിവ നടക്കും. ചാലക്കുടി താലൂക്ക് പരിധിയിലെ 25ഓളം ശാഖകളിൽ നിന്നുള്ള പ്രവർത്തകരാണ് ശോഭായാത്രയിൽ പങ്കെടുക്കുക. പ്രസിഡന്റ് KV പുഷ്പാങ്കദൻ, സെക്രട്ടറി PP ബാബു, ട്രഷറർ സൗദാമിനി ആനന്ദൻ, വൈസ് പ്രസിഡന്റ് AK തങ്കപ്പൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാവറട്ടി പോലീസ് സ്റ്റേഷന് മുൻപിൽ പൊതുജനങ്ങൾക്കായി വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ അധ്യക്ഷത വഹിച്ചു. പാവറട്ടി പോലീസ് SHO ആന്റണി ജോസഫ് നെറ്റോ മുഖ്യാതിഥിയായിരുന്നു.
പഴയന്നൂർ പഞ്ചായത്ത് ചീരക്കുഴി മിച്ചഭൂമി കുടിവെള്ള പദ്ധതിയുടെ വിപുലീകരണവും നിർമ്മാണ ഉദ്ഘാടനവും നടന്നു. പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ലത, പഞ്ചായത്ത് അംഗങ്ങളായ എ സൌഭാഗ്യവതി, എൻ യശോദ, വി ബേബി, എസ് സുജ, ആർ രാധ തുടങ്ങിയവർ സംസാരിച്ചു. ആം ആദ്മി ഒല്ലൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ആന്റി ടോർച്ചർ ലോ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കുറുക്കഞ്ചേരി സെന്ററിൽ നടന്ന യോഗം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം റാഫേൽ ടോണി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കൽ അധ്യക്ഷനായി. ഡോക്ടർ ഷാജു കാവുങ്കൽ, ബിന്നി പൊന്തേക്കൻ, ജോയ് കെ ആന്റണി, റോയ് പുറനാട്ടുകര തുടങ്ങിയവർ സംസാരിച്ചു. അകാലത്തിൽ വിടപറഞ്ഞ മാതാവിന്റെ ഓർമ്മയ്ക്കായി ആംബുലൻസ് നാടിന് സമർപ്പിച്ച് സഹോദരങ്ങൾ. ക്യാൻസർ ചികിത്സയിലിരിക്കെ മരണപ്പെട്ട മരത്തംകോട് മണ്ടുമ്പാൽ മിനിയുടെ ഓർമ്മയ്ക്കായി മക്കളായ മിബിൻ ഫ്രാൻസിസ്, ഫെബിൻ ഫ്രാൻസിസ് എന്നിവരാണ് പന്നിത്തടം യൂത്ത് വോയ്സ് മിനി മെമ്മോറിയൽ ഗ്രൂപ്പ് എന്ന പേരിൽ ആംബുലൻസ് നാടിന് സമർപ്പിച്ചത്. കുന്നംകുളത്ത് നടന്ന ചടങ്ങിൽ പാസ്റ്റർ MG മാനുവേൽ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പാസ്റ്റർമാരായ കൊച്ചുണ്ണി, ജെയിംസ് മേമന, സന്തോഷ് ജോൺ, അനിൽ തിമോത്തി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ചേരമാൻ മഹല്ല കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിനാഘോഷം സൗഹൃദ സംഗമത്തോടെ സമാപിച്ചു. VR സുനിൽകുമാർ MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മഹല്ല പ്രസിഡന്റ് NA റഫീഖ് അധ്യക്ഷത വഹിച്ചു. സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. MLA ET ടൈസൺ താജ് ഭവന നിർമ്മാണ പദ്ധതി പ്രഖ്യാപനം നടത്തി. കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് കാട്ടശ്ശേരി, മഹല്ല ഖത്തീബ് ഡോക്ടർ സലീം നദ്വി, ഖത്തീബ് അബ്ദുൽ അസീസ് നിസാമി, KS കൈസാബ് എന്നിവരും സംസാരിച്ചു. പൂമല SNDP ശാഖാ യോഗത്തിന്റെ ശാഖാ ഓഫീസും കമ്മ്യൂണിറ്റി ഹാളും തലപ്പള്ളി SNDP യൂണിയൻ സെക്രട്ടറി TR രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് AR ചന്ദ്രൻ അധ്യക്ഷനായി. ഭരതൻ പുളിക്കൽ, VV ശിവദാസൻ, MK ബാബു, ബിനു ശശി തുടങ്ങിയവർ സംസാരിച്ചു. തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് തല വായനാ മത്സരവും എഴുത്തു പരീക്ഷയും വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു. കഥാകൃത്ത് P ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് V മുരളി, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി KK ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. കോടാലി മാങ്കുറ്റിപ്പാടം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കരയോഗം പ്രസിഡന്റ് ശിവരാമൻ പോതിയിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജയകുമാർ പള്ളത്ത്, യൂണിയൻ പ്രതിനിധി രാഘവൻ തിരുനിലത്തിൽ, വനിതാ സമാജം പ്രസിഡന്റ് വിജയലക്ഷ്മി പള്ളത്ത് എന്നിവർ സംസാരിച്ചു. നായിഡു ഫാമിലി വെൽഫെയർ ഫൗണ്ടേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം ഈ മാസം 21-ന് വടക്കാഞ്ചേരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി SR മുത്തു, G രാഗേഷ്, അഡ്വക്കേറ്റ് സുനിൽ, KR ജയകുമാർ എന്നിവർ പങ്കെടുത്തു. താണവീഥി അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന ശ്രീകോവിലിന്റെ കട്ടിളവെപ്പ് തന്ത്രി മുല്ലങ്ങത്ത് നന്ദകുമാർ കാർമ്മികത്വത്തിൽ ക്ഷേത്രം മേൽശാന്തി ചാരുദത്തൻ നിർവഹിച്ചു. ശില്പി സുനിൽ കൃഷ്ണ, ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ക്ഷേത്ര സമിതി പ്രസിഡന്റ് ലിജീഷ്, സെക്രട്ടറി ശുഭ, രേഷ്മ, സുമോദ്, രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ അബ്ദുൾ അസീസിന്റെ കഥാസമാഹാരമായ വെളിയങ്കോടിന്റെ DNA കവി സച്ചിദാനന്ദൻ അശോകൻ ചെരുവിലിന് നൽകി പ്രകാശനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തക ഷാജി റഹ്മനാസ് അധ്യക്ഷത വഹിച്ചു. P ബാലചന്ദ്രൻ MLA, AK ജയരാജൻ, ശശി കളരിയൽ, അനു വർഗീസ്, ഫൈസൽ ബാവ എന്നിവരും സംസാരിച്ചു. പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ചെണ്ടുമല്ലി കൃഷിയുടെ ആദ്യഘട്ട വിളവെടുപ്പ് നടന്നു. സ്കൂളിലെ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളാണ് തോട്ടം പരിപാലിക്കുന്നത്. അധ്യാപകരായ KK ചിത്ര, ജിമ്മി ബേബി, PA അൻസ, ഹെഡ്മിസ്റ്റേഴ്സ് BC ബോസ്, സ്റ്റാഫ് സെക്രട്ടറി PM മുഹസിൻ എന്നിവർ വിളവെടുപ്പിന് നേതൃത്വം നൽകി. പെരിഞ്ഞനം പൊന്മാനിക്കുടം ഉണ്ണി മുഹീദ്ദീൻ മുസ്ലിയാരുടെ 100ാമത് ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി.
പൊന്മാനിക്കുട മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ജാറം അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കൂർമത്ത് ഷംസുദ്ദീൻ മുസ്ലിയാർ കൊടിയേറ്റ് നിർവഹിച്ചു. ആണ്ടുനേർച്ച കമ്മിറ്റി ഭാരവാഹികളായ ആലി മുഹമ്മദ് പൊന്നാത്ത്, സീദ് മുഹമ്മദ് കൂർമത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സ്വലാത്ത് മജ്ലിസിലും പ്രഭാഷണത്തിലും ഹാഫിൾ അനസ് ബാഗവി നേതൃത്വം നൽകി. നാളെ രാവിലെ 9 നടക്കുന്ന മൗലിദ് പാരായണത്തിനും മദഹ് പാട്ടിനും അഹമ്മദ് കുട്ടി അൽ ഖാസിമി, ഹാഫിൾ ജുനൈദ് ഫൈസി, ഹനീഫ് ഫൈസി, റാഫി മുയീനി എന്നിവർ നേതൃത്വം നൽകും. രാവിലെ 11 മണി മുതൽ 12:30 വരെ നേർച്ച ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കും. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. ഡയറക്ടർ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോഫി അക്കരപ്പട്ടീക്കൽ, സിസ്റ്റർ ഹേമ, കൈക്കാരൻ AC ജോസഫ് എന്നിവർ സംസാരിച്ചു. മതിലകത്ത് നടന്ന 3ാമത് പൈതൃകം ജലോത്സവത്തിൽ താണിയനും മടപ്ലാത്തൂരും ജേതാക്കൾ. എ വിഭാഗത്തിൽ ക്രിസ്തുരാജ് ബോട്ട് ക്ലബിന്റെ താണിയൻ 1ാം സ്ഥാനം നേടി. സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ബി ഗ്രേഡ് വിഭാഗത്തിൽ KBC കുറുങ്കോട്ട ക്ലബ് മടപ്ലാത്തുരുത്ത് 1ാം സ്ഥാനം നേടി. ET ടൈസൺ MLA ജലമേള ഉദ്ഘാടനം ചെയ്തു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീരത്ത് ബഷീർ സമ്മാനദാനം നിർവഹിച്ചു. അതിൻ്റെ ഭാഗമായി നമുക്കിത് ഇങ്ങനൊരു കലോത്സവം വളരെ മെച്ചപ്പെട്ട അർത്ഥത്തിൽ നടത്തണമെന്ന് പണ്ട് ഒരു ആലോചന ഉണ്ടായിരുന്നു. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,180 രൂപ, പവന് 81,440 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. പരസ്പരം കൊമ്പുകോർത്ത് മേയറും ഡെപ്യൂട്ടി മേയറും. ഭരണസമിതിക്കെതിരെ ഭരണപക്ഷാംഗങ്ങളുടെ കുത്തിയിരിപ്പ് സമരം. മുഖം മൂടി പ്രതിഷേധവുമായി പ്രതിപക്ഷം. KSU പ്രവർത്തകരെ മുഖം മൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ SHO ഷാജഹാനെ സ്ഥലം മാറ്റി. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്കാണ് സ്ഥലം മാറ്റിയത്. പോലീസിന്റെ പണിയല്ല, പാർട്ടിയുടെ പണിയാണ് എടുക്കുന്നതെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ. കസ്റ്റഡി മർദ്ദനങ്ങൾക്കെതിരെ BJP ജില്ലയിലെ വിവിധയിടങ്ങളിൽ പോലീസ് കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തി. പോലീസ് നിയമ സംരക്ഷകരായി പ്രവർത്തിച്ചില്ലെങ്കിൽ നിയമം ജനങ്ങൾ കയ്യിലെടുക്കേണ്ടി വരുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ. കാർഷിക സർവകലാശാല ആസ്ഥാനത്തേക്ക് AISF നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. പുള്ള സ്വദേശി കൊച്ചുവേലായുധന് CPM വീട് നിർമ്മിച്ച് നൽകുന്നതിൽ സന്തോഷമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഭവന നിർമ്മാണം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതെന്നും സുരേഷ് ഗോപി. തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് മുകളിൽ ഗുണ്ട് പൊട്ടിച്ച സംഭവം. ബോംബ് ഡോഗ് സ്ക്വാഡുകൾ പരിശോധന നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.